കെ നവാസ്, ഇനി എന്തായിരിക്കും നിങ്ങളുടെ സമര പരിപാടികൾ? ഇതിപ്പോൾ മിനിസ്റ്റർ ഈ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല 2144 സീറ്റുകൾ അധികമുണ്ട് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മിനിസ്റ്റർ. ഇനി 1, 2, 3 അലോട്ട്മെന്റുകളൊക്കെ കഴിഞ്ഞാൽ സീറ്റ് ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ പരിഗണിക്കാം എന്നതാണ് മിനിസ്റ്ററുടെ നിലപാട്. ഒരുപക്ഷെ താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചേക്കാൻ സർക്കാർ ശ്രമിച്ചേക്കാം. അതിനും അപ്പുറത്തേക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പി കെ നവാസ്. അല്ല, മിനിസ്റ്ററുടെ വാദം ഒരു ഘട്ടത്തിലും വിശ്വാസയോഗ്യമല്ല എന്നത് നമുക്ക് നേരത്തെ തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ്. റിസൾട്ട് വന്ന ദിവസം മന്ത്രി പറഞ്ഞൊരു വാചകമുണ്ട്, മലപ്പുറത്ത് കഴിഞ്ഞ തവണ സീറ്റുകൾ ഒഴിഞ്ഞു കടന്നിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. കണക്കുകൾ സഹിതം നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ കൊടുത്തു, അത് കളവാണ് എന്ന്. രണ്ടാമത്തെ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, മലപ്പുറത്തെ എല്ലാ കുട്ടികളും പ്ലസ് വൺ തന്നെ പോയിക്കൊള്ളുന്നില്ല, അവർ മറ്റു കോഴ്സിലേക്കും പോകുന്നവരാണ് എന്ന് പറഞ്ഞു. നമുക്കറിയാം, ലോഗിങ് നമ്പറുകളുടെ പുറത്തു വന്നപ്പോൾ കേരള സിലബസിൽ നിന്ന് ജയിച്ചു വന്നവർക്ക് പുറമെ CBSE കുട്ടികൾ കൂടി ഇതിലേക്ക് വന്നിട്ടുണ്ട്, 3000 കുട്ടികൾ കൂടുതൽ വന്നു എന്ന് പറഞ്ഞു. അവിടെയും മന്ത്രിയുടെ രണ്ടാമത്തെ കള്ളത്തരവും പൊളിഞ്ഞു. മൂന്നാമത് മന്ത്രി ഇപ്പോൾ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള കാര്യം ബഹുമാനപ്പെട്ട MLA വളരെ വ്യക്തവും കൃത്യവുമായി അത് പറഞ്ഞല്ലോ. അപ്പോൾ മന്ത്രി നിരന്തരമായി കളവ് പറയുകയാണ്. അത് പത്രക്കാരോട് പറയുന്നത്, തെരുവിൽ പ്രസംഗം പറയുന്നത്, നിയമസഭയിൽ പറയുന്നത്. സ്ഥലങ്ങൾ മാറുന്നുണ്ട് എന്നല്ലാതെ വസ്തുത വെച്ച് മന്ത്രി ഒരിക്കലും സംസാരിച്ചിട്ടില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഇടത് സുഹൃത്ത് SFIയുടെ സുഹൃത്തൂടെ പറഞ്ഞു, ഇതിൽ ഞങ്ങൾ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് മലപ്പുറത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ അത് തിരഞ്ഞെടുക്കുകയായിരുന്നു. ആരാണ് മലപ്പുറത്ത് ഈ പ്രശ്നത്തിൻ്റെ കാരണക്കാരൻ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഗവൺമെൻറ് ഇത് തരുന്നില്ലെന്ന് നേരത്തെ MLA പറഞ്ഞല്ലോ. അദ്ദേഹം 98 മുതൽ 2024 വരെയുള്ള കാലഘട്ടം ഇവിടെ പ്രീ ഡിഗ്രിയുടെ കാലഘട്ടം എന്ന് പറഞ്ഞു. അവിടെ ലീഗ് ഭരിക്കുന്ന കാലത്ത് അത് സംഭവിച്ചെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ 98 മുതൽ 2024 വരെ ആരാ ഭരിച്ചത്? ശ്രീ സാദിഖ് പരിശോധിക്ക്. 98 മുതൽ 2024 6 ഗവൺമെൻറ്റുകളുണ്ട്. 98 EK നായനാർ, 2001 ഞങ്ങൾ ആന്റണി ഉമ്മൻചാണ്ടി, 2006 നിങ്ങൾ VS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ്, 2011 ഞങ്ങൾ ഉമ്മൻചാണ്ടി ഗവൺമെന്റ്, അതിനുശേഷം വന്ന ഒന്നാം പിണറായി, രണ്ടാം പിണറായി. 2011 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും മലപ്പുറത്ത് ഇതേ +1 സീറ്റിന്റെ ക്ഷാമത്തിന്റെ വിഷയമുണ്ടായിട്ടില്ലേ? അതിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഇന്നിപ്പോൾ ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് ഒരു ചോദ്യം. ചോദ്യമുണ്ട്. 2001 ആന്റണി ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചപ്പോൾ എന്തു ചെയ്തു അരുൺകുമാർ പരിശോധിക്ക്. അന്നാണ് എല്ലാ ഹൈസ്കൂളുകളിലും +1 അനുവദിച്ചു. ഡീലിംഗ് ചെയ്തതിനു ശേഷം 10 വർഷം കഴിഞ്ഞ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അബ്ദുൾ റബ്ബ് മിനിസ്റ്റർ ആയിരിക്കുന്ന ഘട്ടത്തിൽ എന്ത് ചെയ്തു എന്നതാണ് ചോദ്യം. 1402 ബാച്ചുകൾ അനുവദിച്ചു. ഇവർ കൊടുത്ത പോലെ താൽക്കാലിക ബാച്ചല്ല. അതുവഴി 84, നേരത്തെ MLA പറഞ്ഞാൽ 1 ലക്ഷത്തോളം ആളുകൾക്ക് പഠിക്കാൻ അവസരം കിട്ടി. അവിടെ മലപ്പുറത്തിന് എന്ത് കിട്ടി? 24 ഹൈസ്കൂളുകൾ മലപ്പുറത്ത് പുതിയത് വന്നു, 173 പുതിയ ബാച്ചുകൾ വന്നു. എന്ന് വെച്ചാൽ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ക്ഷാമം ഉണ്ടായത്. അവിടെ ഏറ്റവും കൂടുതൽ ഹൈസ്കൂളുകൾ കൊടുത്തു. വരും ദിവസങ്ങളിൽ MSFുമായി ചേർന്നു തന്നെ, അഥവാ ആ ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ SFIയും ശക്തമായ സമ്മർദ്ദം ചെലുത്തുമോ സാദിഖ്? ഇവിടെ MSFിൻ്റെയും ലീഗിൻ്റെയും പ്രതിനിധി പറഞ്ഞതിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് സമയമെടുത്ത് ഞാൻ വിശദീകരണം നൽകേണ്ടതാണ്. അതിന് അനുവദിക്കുമെന്ന് വിചാരിക്കുകയാണ്. ഇവർ പറഞ്ഞു 998 മുതൽ 2024 വരെയുള്ള കാലയളവിൽ ഏറെക്കാലവും ഞങ്ങളാണ് ഭരിച്ചത്. ശരിയാണ്, ഞങ്ങളാണ് ഭരിച്ചത്. പക്ഷെ 10 വർഷക്കാലം 2 സർക്കാരുകളായിട്ട് UDF ഭരിച്ചു. ഇക്കാലയളവിൽ കൂടെ ഇവർ നടത്തേണ്ട ഇടപെടൽ 10 വർഷം എന്ന് പറഞ്ഞാൽ 10 അധ്യയന വർഷങ്ങൾ ആരംഭത്തിൽ ഇവർക്ക് സീറ്റ് നൽകാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഇവർ അനുവദിച്ചു എന്നിപ്പോൾ അനുവദിച്ചു. ഇത് ഏത് തരം സ്കൂളുകളിലാണ് എന്ന് തരംതിരിച്ച് ഇവർ പറയില്ല ശ്രീ അരുൺ. അത് ഗവൺമെന്റ് കോളേജുകളിൽ എത്ര, എയ്ഡഡ് കോളേജുകളിൽ എത്ര എന്ന് പരിശോധിക്കുമ്പോഴാണ് ഇതിൽ ഗവൺമെന്റ് കോളേജുകളിൽ സീറ്റ് അനുവദിക്കാതെ അല്ല, എയ്ഡഡ് കോളേജുകളിൽ അനുവദിക്കുന്നതിന് ലീഗിന് വേറെ താല്പര്യമുണ്ട്. അത് എയ്ഡഡ് കോളേജുകൾക്ക് സീറ്റ് അനുവദിക്കുമ്പോൾ അവരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങാം. 8 വർഷമായി പിണറായി ഭരിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങാം. ശ്രീ അരുൺ കേൾക്കണം. ഒന്നിന്റെ പേര് പറഞ്ഞാൽ മതി സാധിക്കും. UDFന്റെ കാലത്ത് ഉത്തരം മുട്ടുമ്പോ വല്ലതും പറഞ്ഞിട്ട് +2 അനുവദിക്കാൻ വേണ്ടി കോഴ വാങ്ങി കൊടുത്തൊരു സ്കൂളിന്റെ പേര് പറ. നിങ്ങൾ UDFന്റെ കാലത്ത് നിങ്ങൾ അനുവദിച്ചതെല്ലാം ഭൂരിഭാഗം എയ്ഡഡ് കോളേജുകൾക്കാണ്. അത് നിങ്ങളുടെ കീശയിൽ പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിരുന്നു. അല്ലാതെ മലബാറിലെ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുക എന്ന് മാത്രമേ എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. Debate with Arun Kumar.